ഇറങ്ങി വന്നോളല്ലേ ഏടക്കോണം കിട്ടാനാന്ന്. ഓള് നയിച്ചിട്ട് എന്നെ ഓനെ നോക്കീന്. ഒരു പണിക്കും പോവാണ്ട് കള്ളും കുടിച്ച് നടക്കലല്ലേന്ന്. എന്നിട്ട് വീട്ടിൽ കുഴപ്പം എന്തെന്ന് ചെയ്യാനാപ്പാ. ഒന്നെല്ലാരും മാറണേ, കുളിപ്പിക്കാനെടുക്കും. കുറച്ച് വർഗം എടുത്തത് കഴിഞ്ഞാലെന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? കിട്ടിയാ കിട്ടി. ഒഴിമൂടലിന് വന്നിട്ട് ഒന്ന് കൈക്കാണ്ട് പോലെ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. പണിയെല്ലാം ഞാൻ തീർത്തു വെച്ചിട്ടുണ്ട്. പോണോര് പോയി. ഓനൊരു ആഞ്ചക്കനാ. ആയുസിട്ടാൽ ഓൻ നിന്നെ നോക്കിക്കോളൂ. മെമ്പറുടെ തരാൻ പറഞ്ഞിനി. അല്ല, അമ്മായി പോവാൻ ഇറങ്ങിയോ? പിന്നെ വന്നിട്ട് 3 ദിവസമായി. അല്ല, അയാളെന്താ ഇത്ര പെട്ടെന്ന് പോയത്? ആരോ ദേനേട്ടനോ? ആ, അയാൾ അത്രയ്ക്ക് മിണ്ടൂലു. അയാൾ അങ്ങനെയാ. മെമ്പർ വെൽസം കൊടുത്തു വിട്ടതാ. ആളൊരു സ്നേഹമുള്ളവനാ. അമ്മായി കൂടി പോകുമ്പോൾ ഒറ്റപ്പെട്ടതായി തോന്നും. എന്നാലും അയൽക്കാരായി ഞങ്ങളൊക്കെ ഇല്ലേ? അവൾക്ക് ഇനി നിങ്ങളൊക്കെ ഉള്ളൂ. ബന്ധുക്കളായ ഞങ്ങളൊക്കെ അല്പം ദൂരെയല്ലേ. അവളുടേതായിട്ടും അവൻ്റേതായിട്ടും ഒരു ബന്ധുവും ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല. ആ, ഓറ് വന്നും തോന്നുന്നു. എന്നാ ഇനിയിപ്പോ ഇങ്ങോട്ട്? ആ, വരാൻ നോക്കാം. നീ ഇനി റെഡി ആയില്ലേ? ഓട്ടോറിക്ഷ കാത്തേക്കുന്നുണ്ട്. ആ, വരുന്നിപ്പാ. അമ്മായി പോവാൻ ഇറങ്ങുന്നോണ്ട് വന്നതാ. പോയിട്ട് ഒരുപാട് പണിയുണ്ട്. വരുന്നേ. ആ, ആ മോളെ, അമ്മാവന് കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട മോളെ, പോവാ. ആടെ ഓളില്ലാണ്ട് ഒന്നും നടക്കൂല. ആ, ഒറ്റക്കിരിക്കുമ്പോ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്നാ പോവാ. ആ, പോവാ. വരുന്നു മോളെ. കുറേ ബീഡിയും വലിച്ചിരിക്കൂന്നല്ലാണ്ട് ഓറെ കൊണ്ട് ഒരു കാര്യവുമില്ല. ഓറെ എണിയും മുട്ടീനി. എന്നാ പോയിട്ട് വരാം മോളെ. മോനെ, നമുക്ക് തുണയായി ആരുമില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അടുത്തുകൂടാനും കുശലം പറയാനും ഒരുപാട് പേരുണ്ടാവും. നമുക്ക് ആരും വേണ്ട. അമ്മ പറയുന്ന പോലെ കേട്ടോളാം, പക്ഷെ കരയാണ്ടെന്നാ മതി. മായ, വാ, കേറി വാ. വിവരങ്ങൾ അറിഞ്ഞത് ഇന്നലെയായിരുന്നു. വിനീതായിരുന്നു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നത്. അജിത ഗ്രൂപ്പിലൊന്നും കയറാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും പരസ്പരം അറിയാൻ പറ്റുന്നില്ല. നിനക്ക് മനസ്സിലായില്ലേ? സനൂപ്, അനീഷ്, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. നീ അങ്ങ് വല്ലാണ്ട് തടിച്ചുപോയി. നീ ഇപ്പോഴും പഴയ അജിത തന്നെ. രൂപത്തിലേ ഉള്ളൂ, ജീവിതത്തിൽ ഒരുപാട് മാറി. വാ, എന്താ മോനെ പേര്? അഭി. അജിതയുടെ മകൻ അഭി. നല്ല പേര്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. SSLC വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും നീ കയറാറില്ലേ? വിളിക്കാനും വിളി കേൾക്കാനും ഒരു ഫോണ്, അത്രേ ഉള്ളൂ.
ഇനി തിരിച്ച് വീട്ടിലേക്ക്? ഒരിക്കൽ വാശിയിൽ പ്രസാദിന്റെ കൂടെ ഇറങ്ങിയതാ. തെറ്റെന്നൊന്നും തോന്നുന്നില്ല. അയാൾ മരിച്ചപ്പോൾ പോലും വരാൻ തോന്നാത്തിടത്തേക്ക് ഞാൻ ഇനി എന്തിനു കയറി ചെല്ലണം? എന്റെ മകനെ വളർത്തണം. അതിനാണ് ഇനി എന്റെ ജീവിതം. ഇത് ഞങ്ങളുടെ ഒരു സ്നേഹം. വാങ്ങിക്കണം. പല പല ആവശ്യങ്ങളുള്ളതല്ലേ. ഒന്നും തോന്നരുത്. ട്യൂഷൻ ക്ലാസ്സിന് പുറമെ ഒരു ജോലി, അതാണ് എനിക്കിപ്പോ ആവശ്യം. അത് നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ആവശ്യം വരുമ്പോൾ ചോദിക്കാം. ഇപ്പൊ വേണ്ട. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തം അജിതയുടെ പാർട്ട് ടൈം ജോബ്. ഓക്കെ? ഓക്കെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും കേട്ടോ. ശരി. കുഞ്ഞേ അവിടെ നിൽക്ക്. ഞാനും വരുന്നു. ആ ഒതേനാ, അഥവാ ഞാൻ വരാൻ നേരം പറ്റുന്നെങ്കിൽ നീ അടുപ്പ് കത്തിക്കണം കേട്ടോ. ആ വിട് കുഞ്ഞി, ഇന്ന് വല്ലാണ്ട് നേരം പോയത് വിട്. നിങ്ങൾ നിർത്തല്ലാന്ന് പാട്. നമ്മക്കിന്ന് അടിച്ചൊക്കെ പൊളിക്കാന്ന്. പാട്ടൊന്ന് പാടുവാൻ പണമില്ല, ഇന്ന് താരാട്ടി തീറ്റുവാനമ്മയില്ല. പാട്ടൊന്ന് പാടുവാൻ പണമില്ല, ഇന്ന് താരാട്ടി തീറ്റുവാനമ്മയില്ല. കുഞ്ഞുങ്ങൾ ഓരോന്നും മുട്ടിൽ നിവർന്നപ്പോൾ അമ്മ കിളിയും പറന്നകന്നു. എങ്ങോ കുഞ്ഞിക്കിളി കൂട്ടിലേഖനായി. പാട്ടൊന്ന് പാടുവാൻ പണമില്ല, ഇന്ന് താരാട്ടി തീറ്റുവാനമ്മയില്ല. പാട്ടൊന്ന് പാടുവാൻ പണമില്ല, ഇന്ന് താരാട്ടി തീറ്റുവാനമ്മയില്ല. ഞാനുണ്ട് വീമ്പു പറഞ്ഞവർ ആരാരുമാഴിയിൽ വെന്തതില്ല. ഒതേനേട്ടന്റെ പാട്ടിന് നന്നായിട്ട് കേക്കാലോ. ആരൊക്കെയോ കൂടെയുണ്ടെന്നാ തോന്നുന്നേ. നല്ല പാട്ട് അല്ലേ? ആദിപ്പനിയായി നിറിയുള്ളം. പാട്ടൊന്ന് പാടുവാൻ പണമില്ല, ഇന്ന് താരാട്ടി തീറ്റുവാനമ്മയില്ല. ഹലോ. ഞാൻ മെമ്പർ വത്സന. എന്താ? ഞാനൊരു പച്ചക്കറി കിറ്റ് കൊടുത്തേക്ക് കിട്ടി കാണുമല്ലോ. ഓ, അതൊന്നും വേണ്ടായിരുന്നു. അതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? നേരത്തെ ഞാൻ പറഞ്ഞ വീടിന്റെ അപേക്ഷയുമായി ഞാൻ നാളെ വരാം. നല്ല വീടാണെങ്കിലും വാടകയിൽ താമസിക്കുന്നത്. ഉപ്പ് കിട്ടിയാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. പാട്ടൊന്ന് പാടുവാൻ പണമില്ല, ഇന്ന് താരാട്ടി തീറ്റുവാനമ്മയില്ല. ഒരു പാട്ട് മറ്റുള്ളവർക്ക് കയറി തുടങ്ങണം. ഓ ആയിക്കോട്ടെ. ആരാപ്പാ? ഒതനേട്ടാ, എന്നാ ഞങ്ങൾ പോകും. നാളെ കാണാം.
പിന്നെ നിർത്തേ. മതി മതി മതി. ഇതെന്ത് വർക്ക്ഷോപ്പ് പോകണം. ആ മെമ്പറേ, ചെറിയ തിരക്കുണ്ട്. മാണം പിടിച്ചു പോകുന്നു. അജിത് എവിടെയൊക്കെ ഇത്ര ധൃതിയിൽ? ട്യൂഷൻ കഴിഞ്ഞു വരിക. അപ്പോൾ ഇനി വൈകുന്നേരം വരെ ഫ്രീ ആണല്ലോ അല്ലേ? ഇടയിലൊരു ജോലി നോക്കണം. ശരിയാ, പിടിച്ചു നിൽക്കണ്ടേ. ജോലിയൊക്കെ നമുക്ക് ശരിയാക്കാം. അജിത വിചാരിച്ചാൽ വേണമെങ്കിൽ നാളെ തന്നെ ജോലിക്ക് ഹാജരാക്കാം. അപേക്ഷ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ഞാൻ പിന്നെ വരാം. ബാബു, മെമ്പർ ഗിയർ മാറ്റി തുടങ്ങിയെന്നാ തോന്നുന്നത്. അല്പം സ്പീഡ് കൂടുതലാ. അതൊന്നും അവിടെ നടക്കൂല മോനെ. മെമ്പർ മുട്ടണ്ട പോലെ മുട്ടിയാലേ ഏത് ഗിയർ ബോക്സും താഴെ വീഴും മോനെ. നീ അയൽക്കാരനാന്നും പറഞ്ഞ് സാമിയും വലിച്ച് നടന്നോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോ സ്റ്റാൻഡിൽ സാമി എന്ന് പറയാൻ പാടില്ലാന്ന്. പിന്നെ സാമി വിളിക്കുന്ന പിന്നെ പുണ്യാളെന്ന് വിളിക്കാൻ പറ്റുമോ? ഓട്ടോക്കാരെ വില കളയാൻ വേണ്ടിട്ട് എന്നടാ എനിക്ക് അന്നേ ഓമി വെച്ചിട്ടുണ്ട്. ഇവിടെ മോനോട് ഞാൻ കാര്യം ഹലോ, ഞാനെത്തി. ആ അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ, പോ പോ പോ. ഈ വണ്ടി വിട്, വേം വിട്, പോ പോ. ഒരു സ്ട്രോങ്. എന്തായി കാര്യങ്ങള്? പോലീസ് വന്ന് ബോഡി കൊണ്ടുപോയി. എത്രയാളാ വളവിൽ ട്രെയിൻ തട്ടി മരിക്കുന്നതല്ലേ? വളവ് തിരിഞ്ഞ് വണ്ടി വരുന്നത് ആരും നോക്കൂല. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. കൊടയും ചെരുപ്പും കണ്ടിട്ടാണ് മോൻ തിരിച്ചറിഞ്ഞിനി. ഹൃദയന് വേവലാതി തുടങ്ങിയല്ലേ നാരായണ? നാരായണ വല്ലാണ്ട് കുളിരുന്നപ്പാ. എന്താ ചെയ്യാല്ലേ? പോയില്ലേ? പോയിപ്പാ. നാട്ടാ, പണിക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമായി. തുടങ്ങിയല്ല, വല്ലാണ്ട് കുളിരുന്നില്ലപ്പാ, വല്ലാണ്ട് കുളിരുന്നേ. ഇനി 2 ദിവസത്തേക്ക് നോക്കണ്ട, നാട്ടുകാരെ ഉറക്കവും പോയി. ഒരു പിടി താടാ, വല്ലാണ്ട് കുളിരുന്നേ. താടാ ഒരു പിടി താടാ. പോ. ഒരു ബീഡി താടാ. തരൂല. ഒരു ബീഡി താടാ. തരൂല. നീ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അറിയാം, എനക്ക് തരൂല അല്ലേ? താടാ ഒരു കൃഷ്ണ ഒരു ബീഡി തരുവാ. മെമ്പർക്ക് ബീഡി വേണ? മെമ്പർക്ക് കുളിരുന്നുണ്ടാ? കുളിരുമ്പോ പറയണേ, നമുക്ക് ബീഡി പറ്റിക്കാം. രാത്രിയും പകലൊന്നും ഉദയൻ ഉറങ്ങുന്നില്ല. ഉദയൻ എല്ലാം കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ. കൃഷ്ണടാ,
പൈച്ചിരി നക്കട്ടെ. എല്ലാവർക്കും എന്നെ പോലെ കുളിരുന്നു തോന്നുന്നു. കമ്പിളി വേണം, കമ്പിളി വേണം. ഇതിലേതാ ഇഷ്ടായേ? ഇത്. ഇതാ ഇഷ്ടായേ? ഇത് നോക്കിയേ, ഇതാരാ? അമ്മ. ആരാന്ന് മനസ്സിലായോ? ഓക്കേ, മോന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അന്ന് ആന്റി വന്നപ്പോ എടുത്തതാ. രസമുണ്ടാ? ഗെയിമുകൾ ഇഷ്ടാ? ഗെയിം കളിച്ചോട്ടോ, ഗെയിം കളിക്കണോ? ആ അതന്നെ. ഓ, നീ എത്തിയോ? ആ മായയോ? അന്ന് മോനു വേണ്ടി ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സനൂപിന്റെ കമ്പനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെ ഒരു വേക്കൻസി ഉണ്ട്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞുള്ള ഗ്യാപ്പിൽ വർക്ക് ചെയ്യാലോ, അത് മതി. കഷ്ടപ്പെട്ടാൽ നല്ല വരുമാനം ഉണ്ടാക്കാം. ഫോർമാലിറ്റിക്ക് വേണ്ടി അവനെ ഒന്ന് കാണണം. ആയിക്കോട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാ വന്നത്. നീ വാ. നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. സനൂപും ഞാനുമായി ഉണ്ടായ പഴയ ബന്ധം നിനക്കറിയാവുന്നതല്ലേ. സ്കൂൾ കൂട്ടായ്മയിലൂടെ പരസ്പരം കണ്ടുമുട്ടാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായി. ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് അവനിൽ നിന്ന് കിട്ടി. വിവാഹം പോലും കഴിച്ചില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു. നിന്റെ മകൾ? അവൾക്ക് ജീവനാണ് അവളുടെ അച്ഛൻ. അയാൾക്ക് തിരിച്ചു. പരസ്പരം യോജിക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ. ഞങ്ങൾ നിന്നെ കാണാൻ വരുന്നുണ്ട്. നിന്റെ ഉപദേശം വേണം. നീ നാളെ തന്നെ ജോലിക്ക് കയറിക്കോ. എന്നാ ശരി. ഓക്കെ. കുളിരുന്നപ്പാ. കുളിരുന്നപ്പാ. മാഷേ, പൊട്ടനാണ്, പൊട്ടനാണ്, ഉദയനൻ പൊട്ടനാണ്. ഇന്ന് ഒതേനേട്ടന്റെ ദിവസാ. എന്തിനാമ്മ അതിനായിട്ട് കരയുന്നു? ഒതേനേട്ടൻ കുഞ്ഞായിരുന്നപ്പോ ഒതേനേട്ടന്റെ അമ്മ ട്രെയിൻ തട്ടി മരിച്ചുപോയതാ. ആരെങ്കിലും ട്രെയിൻ തട്ടി മരിച്ചു എന്ന് കേട്ടാ ഒതേനേട്ടന്റെ കോലം മാറും. അമ്മയെന്ന് വിളിച്ച് പാതിരാവോളം കരയും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അമ്മയും മോനും. പാവം അതിനായിട്ട് അല്ലേ അമ്മ? നാളെ അമ്മ പുതിയ ജോലിക്ക് പോകും. ടൗണിൽ പോയി അങ്കിളിനെ ഒന്ന് കാണണം. ഞാൻ വലുതായ അമ്മേന്റെ കഷ്ടപ്പാടെല്ലാം തീരും. മോൻ അമ്മേനോട് സ്നേഹമുണ്ടല്ലോ, അത് മതി. ആ എണീറ്റോ? ഇനിയും കിടന്നുറങ്ങല്ലേ? വേഗം റെഡിയായിട്ട് സ്കൂളിൽ പോകാൻ നോക്ക്. ദോശ എടുത്തു വെച്ചിട്ടുണ്ട്. റെയിൽവേ ക്രോസിനടുത്ത് വന്നാ മതി. അമ്മ ഇറങ്ങാട്ടോ.
വാ പോവാം. അമ്മ വരാൻ വൈകിയോണ്ട് അപ്പുറത്തേക്ക് വരാൻ വിചാരിച്ചതാ. ആ അടി, അവിടെ എത്ര അപകടം ഉണ്ടായെന്നറിയോ? അമ്മ എത്ര വൈകിയാലും അവിടെ തന്നെ നിന്നാ മതി കേട്ടോ. നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയത് ആ റെയിൽ പാളങ്ങളാ. അബി ബെല്ലടിച്ചു. ഉമ്മ. മോനെ സ്കൂളിൽ വിടാൻ വന്നതായിരിക്കും. ഉം. കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. എനിക്കൊന്ന് ടൗണിൽ പോണം. അതെന്താ, എനിക്കും പോണം. കയറിക്കോളൂ. ഇപ്പം 2 വീലറൊക്കെ പെണ്ണുങ്ങൾ കയറുന്ന സാധാരണയാ. വേണ്ട, ബസ് ഉണ്ടല്ലോ. ആരാണ് മുമ്പിലിരിക്കുന്ന പോലും നോക്കാറില്ല. അവർക്കൊരു സഹായം വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ വീടിനുള്ള അപേക്ഷ ഓഫീസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാര്യമായി കാണേണ്ടി വരും. പ്രസിഡന്റിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനാ. അല്ലെങ്കിലും കയറാതിരിക്കുന്നത് നല്ലത്. ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. കവലയിൽ അല്ലെങ്കിലും നമ്മളെക്കുറിച്ച് ചില സംസാരങ്ങളൊക്കെ ഉണ്ട്. അത് പോട്ടെ, എന്താവശ്യത്തിനും ഇങ്ങോട്ട് വിളിക്കാം, അതാ പതിവ്. ശരി. മോർണിംഗ് സർ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുമായി വന്നതാണേ. സാറിന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോം ഒന്ന് നോക്കുമോ? വാ സംസാരിക്കാം, അകത്ത് വരൂ. കേറിയിരുന്നോളൂ, ഇവിടെ ആരുമില്ല. അമ്മേ അമ്മേ, ഇന്നെന്റെ ക്ലാസ്സിലെ ഒരു കുട്ടീന്റെ ബർത്ത്ഡേയാ. മോൻ കഴിച്ചില്ലേ? അമ്മക്കൊപ്പം കഴിക്കാലോ. മോന അമ്മയുടെ ധൈര്യം. ഇത് മതിയോ? ഇതെടുത്തോ. ശരി. ഇത്രയും സ്നേഹമുള്ള അമ്മനെയും മോനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മയും മോനും ഒന്നായിട്ട് ഉണ്ടാവുക. അജിതി ഒന്ന് നിന്നേ. അമ്മ ഞാൻ പോയേ. എന്തേച്ചി? മോനറിയണ്ട, കവലയിൽ മോളെക്കുറിച്ച് എന്തൊക്കെയോ അപവാദങ്ങൾ എഴുതി ഒട്ടിച്ചു എന്നോ മറ്റോ കേൾക്കുന്നുണ്ടല്ലോ. ആർക്കായി എന്താ പറഞ്ഞുകൂടാത്തത്? മോളതൊന്നും കാര്യാക്കണ്ട. പക്ഷേ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് നല്ലതാ. നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ.
കരയണ്ട. ഞാൻ വളർന്നു വലുതായി നമുക്ക് സന്തോഷാവൂലേ? അമ്മേനെ ശല്യപ്പെടുത്താതെ പിടിക്കാൻ ഞാൻ പോലീസാണ്. അമ്മയ്ക്കൊരു സങ്കടമില്ല മോനെ. മോൻ നന്നായി പഠിക്കണം. ജോലിയൊക്കെ അമ്മ ചെയ്യുന്ന എന്നെ പഠിപ്പിക്കാനല്ലേ? അമ്മ അടുക്കള കയറി വല്ലതും ഉണ്ടാക്കട്ടെ. മോൻ പോയി പഠിക്കട്ടോ. ഹലോ ഹലോ, മോനെ വേഗം കിടന്നോ, രാവിലെ എഴുന്നേക്കാനുള്ളതാ. ഇതെന്തിനാ മോനെ കത്തി? സിനിമയിൽ കണ്ടതാ, ഒറ്റക്ക് കിടക്കുന്ന രാണ്ടി തരാണിന്റെ ഇടയിൽ കത്തി വെക്കുന്നത്. അമ്മേന്റെ മൊബൈൽ ഫോൺ ബില്ലുകളുടെ എണ്ണം കൂടി. എല്ലാം കാണുന്നുണ്ടേ, നിലാവത്ത് പാതിരാക്കും കണ്ണു തുറന്ന് കാണുന്നുണ്ടേ. അജിത, അജിത, വാതിലോർക്ക് കാണുന്നുണ്ടേ. ഒരു കാര്യം പറയാനാ. നേരും പതിരും കാണുന്നുണ്ടേ. അമ്മേ, ഞാനാ, മനസ്സിലായില്ലേ? അമ്മേ, അജിത, ആരും അറിയാൻ പോണില്ല. നീ ആ വാതിൽ തുറക്ക്. വലിയ ശീലാവതി, നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നിന്. വാതിൽ തുറക്കജിത. നിന്റെ കെട്ടിയോ നിന്റെ വൃത്തികെട്ട കളി കൊണ്ടല്ലേ കുടിച്ചു കുടിച്ചു മരിച്ചത്. അജിത, വാതിൽ തുറക്കുന്നത് നിനക്ക് നല്ലത്. അമ്മേ, എന്താ നാണോ മാനമില്ല ഒഴിഞ്ഞു നോക്കാനാണ്? ആരുമില്ലാന്ന് കരുതിട്ടാ എന്നാ എന്നാ പറ്റിയത്? നിങ്ങൾ ആരോടെ ഒച്ച വെക്കുന്നേ? എല്ലാരും ഒത്തി നോക്കുന്നു. അത് ചിലവന്മാരുടെ സ്വഭാവം. നിങ്ങൾ വീട്ടിലേക്ക് വന്നേ. നീ പോയിക്കോ, ഞാണ്ടല്ല സൈക്കിൾ എടുത്തിട്ടാണ് നമ്മളെ ഏരിയ വന്നിട്ടാ കളി. ഒതേനേട്ടാ, ഒതേനേട്ടന്റെ പാട്ട് ഇന്നലെ ശരിക്കും കേട്ടുട്ടാ. നല്ല രസമുണ്ട്. ആ സ്കൂളിലേക്കാ നിന്റെ അമ്മേനെയും കാത്തിട്ട് ഇനിയിപ്പം റെയിൽവേ ഗേറ്റിലൊക്കെ പോസ്റ്റ് ആവണ്ടേ? എല്ലോ തന്നെട്ടാ. എല്ലടാ, നിന്റെ അമ്മേൻ്റെ മൊബൈൽ നമ്പർ മാറിയാ? വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ആ, ഞാൻ അമ്മേനെ അന്വേഷിച്ചു എന്ന് പറയണട്ടാ. കാണേണ്ട ഒരു കാര്യമുണ്ട്. ചേച്ചി, ഞാനൊരു 5 മിനിറ്റ് സമയം ഒരു പോളിസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി. ഞങ്ങളുടെ ഒരു ജീവിതമാർഗം കൂടിയാണ്. ഒന്ന് സഹായിക്കണം പ്ലീസ്. ഇപ്പോൾ വേണ്ട. ആ, ഓക്കെ, താങ്ക്സ്. ആ അജിത, വാ കയറ്.
1 മാസമായി നല്ല ബിസിനസ് ചെയ്തെന്ന് കേട്ടല്ലോ. ഒക്കെ ഒരു സിമ്പതിയുടെ പുറത്തല്ലേ? കമ്പനിക്ക് കാര്യങ്ങളൊന്നും അറിയണ്ട. ബിസിനസ് ഈസ് ബിസിനസ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മടുത്തു. മകളാണ് അയാൾക്കെല്ലാം, തിരിച്ചവൾക്കും. ഞാൻ ഒറ്റപ്പെട്ടു. ഫോൺ ചെയ്ത സ്നേഹത്തോടൊരു വാക്ക്. സനൂപിനൊന്നും പറയാനില്ലേ? മായയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. ഞാൻ വിവാഹം കഴിക്കാത്ത കാരണം പോലും ഇവളാണ്. സെപ്പറേറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരേ കാരണങ്ങളാണ്. സ്നേഹവും കരുതലും എല്ലാവർക്കും ഒരുപോലെയല്ലേ? മകൾക്ക് നിന്നേക്കാൾ ഇഷ്ടം അവളുടെ അച്ഛനെയാണെങ്കിൽ മായയിൽ എവിടെയോ ഒരു കുറവില്ലേ? വാട്സപ്പിലൂടെ പഴയ പ്രണയം നേടിയപ്പോൾ നീ അവനിൽ സാന്ത്വനം കണ്ടെത്തി. കുടുംബത്തെ പോരായ്മകളും. സനൂപിനെ ഞാൻ മറന്നിട്ടില്ല. നിന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും നിനക്ക് മറക്കാം. സനൂപിനൊന്നും വർഷങ്ങൾക്ക് ശേഷം മായയെ കണ്ടപ്പോൾ ഈ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വയ്യ. എന്നാ ശരി. ആഹാ, അജിത ഇന്ന് നേരത്തെ എത്തിയല്ലേ? നല്ലൊരു ജോലി ശരിയാക്കി വന്നപ്പോഴാണ് അറിഞ്ഞത് അജിത മറ്റൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. തിരക്കായതുകൊണ്ട് കാണാനും പറ്റിയില്ല. ഇന്നൊരൽപ്പം ഇളവുണ്ട്. ഭാഗ്യം അജിത നേരത്തെ എത്തുകയും ചെയ്തു. അജിതക്കറിയോന്നറിയില്ല, കവലയിൽ ഇറങ്ങിയാൽ ഒരുതരം ചിരിയും കുശുകുശുപ്പുമാണ്. അജിതയെ ഞാൻ 2ാം വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞവർ വരെയുണ്ട്. ഞാൻ എതിർക്കാനൊന്നും പോയില്ല. നമ്മുടെ മനസ്സ് വായിക്കുന്നവരുടെ മിടുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇറങ്ങ്. കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല, പക്ഷെ മനസ്സിലൊരു മോഹമുണ്ട്. അതുകൊണ്ടാ നിങ്ങളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞേ. വീടിന്റെ അപേക്ഷയും വീടിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയത് മെമ്പറുടെ സേവനമാണെന്നാ നീ കരുതിയത്? നിന്നെ കണ്ടിട്ട് തന്നെയാടി. നീ എണ്ണിക്കോ, ഈ നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ ഞാൻ നാറ്റിച്ചില്ലെങ്കിൽ മോളെ. അച്ഛാ, അച്ഛൻ വരുന്നത് അറിഞ്ഞതേയില്ല. മോളെ കാണാൻ വേണ്ടിട്ട് അച്ഛൻ ഓടി വന്നതല്ലേ? സത്യം? അച്ഛനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം. എന്റെ മോള് നന്നായി പഠിക്കുന്നില്ലേ? നന്നായി പഠിക്കണ്ട്. യാത്രയൊക്കെ സുഖമായിരുന്നോ? മായ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുമെന്ന് ഞാൻ കരുതിയതല്ല. വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. സെപ്പറേഷൻ ഇനിയും സമയമെടുക്കും. വീട്ടുകാരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താനും ഒളിച്ചോടിയെന്ന് പരാതിപ്പെടാനും വയ്യ. ഡിവോഴ്സ് എനിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. വേറൊരാളുടെ ഭാര്യയായി ഈ നാട്ടിൽ ജീവിക്കാൻ എനിക്ക് വയ്യ.
എനിക്ക് പോണം. മോളെ ഞാൻ കൊണ്ടുപോകുന്നില്ല. ശ്രമിച്ചാലും വരില്ലെന്നറിയാം. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല, പിന്നെ വേറെ വഴിയില്ല. നമ്മൾ ഇപ്പോഴെടുത്ത തീരുമാനമാണ് ഉചിതമെന്ന് കാലം തെളിയിക്കും. അച്ഛാ, ഇവിട്ടാ തിരക്കാന്നല്ലേ? ഇല്ലപ്പാ, ചെറിയ തിരക്ക്. ഇവിടെ വെച്ചപ്പോരെ പായത്തിനുള്ള ബില്ല് പൈസ. എന്താടാ എന്താ വേണ്ടി ഇറങ്ങടാ, ഇറങ്ങാനാ പറഞ്ഞത്? ഹലോ, മാസമായി. എന്താ പ്രശ്നം പറ. ഹലോ ഹലോ, ഞാൻ തരും സുഹൃത്തേ. ഞാൻ തരും. എന്താ കാണിക്കുന്നത്? 2 ആഴ്ച സമയം തന്നാ മതി. അല്ല കൈവിട്. എന്താ ഇത് അടക്കാണ്ടെന്ന് വെച്ച് നിങ്ങൾ എന്താ ഗുണ്ടായുസം കാണിക്കുക? ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ. ഒരാഴ്ചക്കുള്ളിൽ അവൻ പൈസ അടച്ചിരിക്കും. ഒരാഴ്ചക്കുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ മെമ്പർ ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ആ അങ്ങനെ ആവട്ടെ. ആരെങ്കിലും കാണോ? ആര് കാണേ? ഇത് നമ്മളെ തട്ടകല്ലേ. അത് വിടടോ. അല്ല ഇടി ആരെങ്കിലും ഏത് തറ പരിപാടി നടത്താനും പറ്റിയ നമ്മുടെ സ്ഥാപനല്ലേ ഇത്. ഇങ്ങ ഓരോന്ന് ഒഴിച്ച് കുടിക്കും മെമ്പറേ. അല്ല പിന്നെ ഇനി മെരിക്കാമണ അതുണ്ട്. നല്ല ടച്ചിൻസിന് മിച്ചറും ഉണ്ട്. മെമ്പറേ, ഇന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ വണ്ടി പോയനെ. എടോ, താൻ എൻ്റെ പാർട്ടിക്കാരനല്ല, എന്നാലും നിന്നെ ഞാൻ സഹായിച്ചു. എന്താ കാര്യം? മനുഷ്യത്വം, പിന്നെ പണം, അത് നമ്മൾ കൊടുത്തിരിക്കും. നിങ്ങൾ എൻ്റെ ദൈവ. ഒരുപാട് നിങ്ങളെ പാർട്ടിക്കെതിരെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും പാർട്ടി മാറണ, കോട്ടി പറിക്കണ, കഴുത്ത് വെട്ടണ, ഇങ്ങ പറഞ്ഞാ മതി. ഈ ബാബുജി പാർട്ടി ഒന്നും മാറണ്ടോ? അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് തന്നെയാ. എന്താ വ്യത്യാസം? അതാണ്. ഒരു പാലൂട്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും. മെമ്പർക്ക് സിഗരറ്റ് വേണം. വീടി വേണം. നല്ല സ്വയംഭം സാധനം. സാമിയ സാമി. പറന്ന് പറത്തു ഈ ബാബു പറ. സ്കൂൾ പിള്ളേരെ മുതലേ ഈ നാട്ടുകാരെ മുഴുവൻ പറപ്പിച്ചിട്ടുണ്ട്. പിന്നെ മെമ്പർ എനിക്ക് അവളെ വേണം. ഏതോളാ? നിന്റെ അയൽവക്കം അജിത. ഓളെ ഭർത്താവ് ചാവുന്നതിന് മുന്നേ ഓളെ ഞാൻ ആശിച്ച. നമ്മളെ നാട്ടിലെ സമ്പത്ത് നമ്മളായിട്ട് തിന്നാതെ വേറെ ആക്കി കൊടുക്കല. അത് കറക്റ്റ്. നമ്മളെ നാട്ടിലുണ്ടായ കൈമേരി നമ്മൾ തിന്നാതെ വേറെ കൊടുക്കാൻ.
അത് നടക്കൂല. മെമ്പറെ, ഒരവസരം വന്നാ ഞാൻ എത്തിച്ചിരിക്കും. ഇത് ബാബുവിന്റെ ഓർ. നമുക്കൊന്ന് സൂഹിക്കണം മെമ്പറെ. പതുക്കെ പതുക്കെ. ഹലോ ഹലോ സനു, ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഒരു മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യും. പോകേണ്ട തീയതി തീരുമാനിക്കണം. ഓക്കെ. അമ്മേ, അച്ഛൻ തരാൻ പറഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലും എടുക്കാലോ. അമ്മ എവിടെയും പോണ്ട, വാ അമ്മേ. നമുക്ക് വേണം നിന്നെ. അമ്മേ 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 ഒന്ന് എണീക്കമ്മേ. വെള്ളം എടുത്തു ഒന്ന് പിടിച്ചു കയറ്റി അതൊക്കെ കയറി. മുമ്പിങ്ങനെ ഉണ്ടായിരുന്നു. അറിയില്ല ഏട്ടാ, പെട്ടെന്ന് തലറിഞ്ഞു വീണതാ. സാറല്ലേട്ടാ, ഡോക്ടർ വന്നു. മോങ്കരണ്ട. അജിതയുടെ കൂടെ വന്നതാരാ? ആ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. അമ്മേ, പേഷ്യന്റ് ആരാ? അയൽക്കാരനോ? ഹസ്ബൻഡ് മരിച്ചുപോയി. പേടിക്കാനൊന്നുമില്ല, മെന്റലി ഓവർസ്റ്റേനാണ്. ഈ ടാബ്ലറ്റ് അല്പസമയം കഴിഞ്ഞിട്ട് കൊടുക്കുക. ചെറിയൊരു മയക്കം ഉണ്ടാവും. ശരി. മരുന്ന് അപ്പുറത്ത് വാങ്ങിക്കണം. ഓക്കെ, ശരി. അമ്മേ ഇപ്പൊ കുറവുണ്ടമ്മേ? കണ്ണു തുറക്കമ്മേ. മോനുണ്ടല്ലോ, അവിടെ പോയിട്ട് മരുന്ന് കാണിക്കും. ഈ ഗുളി കഴിക്കും. അമ്മേ അമ്മേ, ഏട്ടാ ഞാൻ കയറില്ല ഏട്ടാ. ഏട്ടാ അമ്മേ അമ്മേ.
നമ്മുടെ നാട്ടിൽ ഇതുവരെ നടക്കാത്ത ഇതാരും വിചാരിച്ചില്ല. കുറേ നാളായി അവൻ അജിതാൻ്റെ പറഞ്ഞില്ല. കിട്ടിയ അവസരം മുതലെടുത്തിയ പഠിക്കുമ്പോൾ സ്വിച്ച് ഓഫ്. ചെക്കനാടാകെ ബേജാറായി കളിക്കുക. ഞാൻ കണ്ടോണ്ടാ ഈ സംഭവം അറിഞ്ഞു. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടാ. എന്താ ചെയ്യുക? ഐക്കരക്കുന്നിൽ എവിടെയാണോ അവൻ്റെ സങ്കേതം. അവൻ അവിടെ കാണും. എന്നാ വൈകിക്കണ്ട മക്കളെ. ഹലോ ഹലോ മെമ്പറേ, ഹലോ മെമ്പറേ, കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അജിത കയ്യിൽ വന്നു വിട്ടു. ഈ ബാബു ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. ഞാനാരാ മോൻ? അന്ന് നമ്മൾ കൂടി ആ പഴയ തെരുവില് ആർത്തേക്ക് വാ, പെട്ടെന്ന് എത്തിയേക്കണേ. അജയ് 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 ബാബു, നാട്ടിൽ സമാധാനം കെടുത്തുന്ന ഇമാതിരി ചേറ്റകളെ പാച്ചക്ക് കത്തിക്കണം, അടിച്ച് കൊല്ലണം നായിന്റെ മോനെ.
ചെയ്താ പറ്റിപ്പോയതാ മോനെ മോനെ ഈ അർദ്ധരാത്രി പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭാര്യയോടാണ്. ഈ സംഭവത്തിന് പിന്നിൽ ചരട് വലിച്ചത് നിങ്ങളുടെ ഭർത്താവാണ്. ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ചത് ഇയാളാണ്. എനിക്ക് ഇയാളെ വകവരുത്താം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. തുടക്കം നിങ്ങളിൽ നിന്നാവട്ടെ.